ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ പേ ബാലൻസിലേക്ക് എങ്ങനെയാണ് ക്യാഷ് മണി ആഡ് ചെയ്യുന്നത് എന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആമസോൺ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം യുവർ അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്ന വിൻഡോയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആമസോൺ പേ ബാലൻസ് ആഡ് മണി ടു യുവർ ബാലൻസ് എന്നത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആമസോൺ പേ ബാലൻസ് ടോട്ടൽ ബാലൻസ് ഇപ്പോൾ 0 ആണ്. ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ 1000 എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 500, 1000, 1500 എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എമൗണ്ടുകളാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിരിക്കും. ഇനി അതല്ല വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 650 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതാണോ എമൗണ്ട് അത് വേണ്ടത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് മണി ടു വാലറ്റ്, ഈ താഴെ കാണുന്ന ആഡ് മണി ടു വാലറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കാണുന്ന പേ ₹650 എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ബാങ്ക് ഏത് ബാങ്കാണോ അതിൻ്റെ നെറ്റ് ബാങ്കിങ് ഇതിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് വാലറ്റിൽ അതിൻ്റെ ബാലൻസ് കാണാൻ പറ്റും. നമ്മുടെ ട്രാൻസാക്ഷൻ ID എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.